കഴിഞ്ഞ ദിനം IPL താരലേലം സമാപിച്ചപ്പോൾ ക്രിക്കറ്റ് ആരാധകർ നെടുവീർപ്പോടുകൂടിയും അമ്പരപ്പോടുകൂടിയും കണ്ട ഒരു വാർത്തയുണ്ടായിരുന്നു. ഡേവിഡ് ആൻഡ്രൂ വാർണർ എന്ന IPL-ലെ ഗോഡ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഓസീസ് താരം ഈ IPL-ൽ ഒരു ടീമും ലേലത്തിന് വിളിക്കാതെ അൺസോൾഡായി മാറിയിരിക്കുകയാണ്. ഇക്കൊല്ലം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചതോടെ IPL-ൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വാർണറുടെ ബാറ്റിംഗ് ശൗര്യം IPL-ൽ ആവോളം ആസ്വദിക്കാമെന്ന് കരുതിയ ക്രിക്കറ്റ് ആരാധകർ ആ സത്യം ദുഃഖത്തോടെ മനസ്സിലാക്കുകയായിരുന്നു. ഡേവിഡ് വാർണറുടെ ഈ അവസ്ഥ തീർച്ചയായും ക്രിക്കറ്റിംഗ് കാരണങ്ങളാൽ കൊണ്ടല്ല, നോൺ ക്രിക്കറ്റിംഗ് കാരണങ്ങളാൽ കൊണ്ടാണ് എന്നാണ് ആകാശ് ചോപ്ര ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ആകാശ് ചോപ്ര പറഞ്ഞതുപോലെ ഫാഫ് ഡു പ്ലസിയെ വിളിക്കാൻ ടീമുകൾ മുന്നോട്ട് വന്നപ്പോൾ ഓസ്ട്രേലിയൻ കോച്ചായ റിക്കി പോണ്ടിംഗ് തന്റെ ടീമിലേക്ക് ഓസീസുകാരെ വിളിച്ചു കയറ്റിയപ്പോൾ, പഞ്ചാബ് ടീമിലേക്ക് വിളിച്ചു കയറ്റിയപ്പോൾ തീർച്ചയായും IPL-ലെ ഗോട്ടായ ഡേവിഡ് വാർണറെ എടുക്കാതിരുന്നത് തീർച്ചയായും നോൺ ക്രിക്കറ്റിംഗ് കാരണങ്ങൾ കൊണ്ടാണ്. യെസ്, നമ്മൾ തിരിച്ചറിയുന്ന കാര്യം, ദുഃഖത്തോടെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം, ഒഫീഷ്യലി ഡേവിഡ് വാർണറുടെ IPL കരിയർ എൻഡ് ചെയ്തു എന്ന് തന്നെയാണ്. ഫ്രം ഡൊമിനേറ്റിംഗ് IPL ടു ഗോയിങ് അൺസോൾഡ്. 6565 റൺസുകൾ, 62 ഫിഫ്റ്റികൾ, 4 സെഞ്ചുറികൾ, 2015, 17, 19 ഓറഞ്ച് ക്യാപ്പ്, 2016 IPL വിന്നിംഗ് ക്യാപ്റ്റൻ. The David Warner era ends in the IPL. IPL will miss David Warner, one of the greatest ever in IPL. മെഗാ താരലേലത്തിലെ ഏറ്റവും വലിയ സർപ്രൈസ് ആയിരുന്നു IPL-ലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ 3 തവണ ഓറഞ്ച് ക്യാപ്പ് നേടിയ ഡേവിഡ് വാർണർ അൺസോൾഡായി മാറിയ ആ ഒരു വാർത്ത. ആദ്യ ദിനം ഡേവിഡ് വാർണർക്ക് വേണ്ടി ഒരു ടീമും രംഗത്തെത്തിയില്ല. ഇതോടെ ഫാൻസും അത്ഭുതപ്പെടുകയായിരുന്നു. കാരണം IPL-ലെ ഏറ്റവും മികച്ച വിദേശ താരത്തിനാണ് ഇങ്ങനെയൊരു നാണക്കേട് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സൺറൈസേഴ്സ് ഹൈദരാബാദ് എന്ന ടീമിന്റെ ഒരു കാലത്തെ എല്ലാമായിരുന്ന താരമായിരുന്നു ഡേവിഡ് വാർണർ. അവിടെ നിന്നും അദ്ദേഹം ഡൽഹിയിലേക്ക് മാറിയത് ഏതാണ്ട് ഒരു 3 സീസൺ മുമ്പാണ്. അതിനുശേഷം മുതൽ കഴിഞ്ഞ സീസണിലടക്കം വാർണറുടെ ഫോമും കുറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ചുള്ള വിമർശനങ്ങളായിരുന്നു ആ സമയത്ത് ഏറ്റവും പ്രധാനം. എങ്കിലും ആ സമയത്ത് ഡൽഹിയിലെ മറ്റു താരങ്ങളെല്ലാം അമ്പാടെ നിരാശപ്പെടുത്തുമ്പോഴും ഡേവിഡ് വാർണർ സ്ഥിരതയാർന്ന സ്കോറുകൾ നേടിയിരുന്നു. ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ സീസണിൽ ഡൽഹി ടീമിനെ നയിക്കുകയും ചെയ്തിരുന്നു ഡേവിഡ് ആൻഡ്രൂ വാർണർ എന്ന ഓസീസ് ഓപ്പണർ. IPL-ൽ ഒരു കാലത്ത് പക്ഷേ നമുക്ക് പരിചയമുണ്ടായിരുന്ന മറ്റൊരു ഡേവിഡ് വാർണർ ഉണ്ടായിരുന്നു. എതിരാളികളെ അവരുടെ മടയിൽ ചെന്ന് ആക്രമിച്ചു കൊണ്ടിരുന്ന ഡേവിഡ് വാർണർ. IPL ചരിത്രത്തിൽ ഇത്രയും സ്ഥിരതയാർന്ന രീതിയിൽ ആക്രമിച്ചു കളിച്ച മറ്റൊരു ടോപ്പ് ഓർഡർ വിദേശ കളിക്കാരൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. തുടർച്ചയായി 6 സീസണുകളിൽ 500-ന് മുകളിൽ റൺസ് നേടിയ താരമായിരുന്നു ഡേവിഡ് വാർണർ. 2014-ലാണ് ഡേവിഡ് വാർണർ ഹൈദരാബാദിൽ എത്തുന്നത്. അന്ന് തൊട്ട് ഏതാണ്ട് 6 വർഷത്തോളം IPL-ലെ ഏറ്റവും സ്ഥിരതയാർന്ന ബാറ്റ്സ്മാനായിരുന്നു ഡേവിഡ് വാർണർ. കളിച്ച എല്ലാ സീസണുകളിലും നേരത്തെ പറഞ്ഞതുപോലെ ടീമിന്റെ ടോപ്പ് സ്കോറർ എന്നതിനൊപ്പം 3 തവണ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ കൂടിയായിരുന്നു അദ്ദേഹം. ആ ഒരു റെക്കോർഡ് ഇട്ടതിന് പുറമെ വാർണർക്ക് കീഴിലെ 5 വർഷങ്ങളിൽ 4 തവണയും ടീം പ്ലേ ഓഫ് കടന്നിരുന്നു. 1 തവണ കിരീടവും നേടിയിരുന്നു 2016-ൽ. ആ ടീം കിരീടം നേടിയപ്പോൾ 848 റൺസ് അദ്ദേഹം നേടിയിരുന്നു. ഡേവിഡ് വാർണർ എന്ന ഒറ്റയാൾ പട്ടാളത്തിന്റെ തോളിലേറി ആയിരുന്നു ആ ടീം കുതിച്ചത്. കരിയറിൽ 40+ ആവറേജിൽ 140+ സ്ട്രൈക്ക് റേറ്റിൽ 5000-ലധികം റൺസുകൾ. എന്നാൽ 6 സീസണുകൾ ടീമിനെ തോളിലേറ്റിയ താരത്തെ കേവലം 6 മത്സരങ്ങളുടെ പേരിൽ 4 സീസൺ മുമ്പ് പുറത്താക്കുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. ആ സീസണിൽ രാജസ്ഥാൻ റോയൽസിനെതിരായ ഒരു IPL മത്സരത്തിൽ ആളുകൾ തിരഞ്ഞത് വാർണർ എന്ന അവരുടെ പ്രിയപ്പെട്ട നായകനെയായിരുന്നു. പക്ഷേ ഡഗൌട്ടിൽ പോലും അന്ന് ഡേവിഡ് വാർണർ ഉണ്ടായിരുന്നില്ല. ഹൈദരാബാദിനെ തന്റെ 2ാമത്തെ വീടാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലു അർജുന്റെ പുട്ടബൊമ്മയും ബാഹുബലിയിലെയും ഒക്കെ പാട്ടുകൾ ടിക്ടോക്ക് ആടിക്കൊണ്ട് കരിയറിലെ 2ാം പാദത്തിൽ മര്യാദക്കാരനായി ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ച ഡേവിഡ് വാർണർ. ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം എല്ലാമായിരുന്നു ആ വർഷം വരെ, ആ നിമിഷം വരെ ഡേവിഡ് വാർണർ. വാർണർ കളിച്ചിരുന്ന 5 വർഷങ്ങൾ 2016 മുതൽ എല്ലാ സീസണിലും പ്ലേ ഓഫ് യോഗ്യത നേടിയ ഏക ടീമും ഹൈദരാബാദ് തന്നെയായിരുന്നു. വാർണർ കളിക്കാതെ ഇരുന്ന് 2018 സീസണിൽ ഓറഞ്ച് ക്യാപ്പ് നേടിക്കൊണ്ട് ടീമിനെ ഫൈനലിൽ എത്തിച്ച കെയ്ൻ വില്യംസിന്റെ പ്രകടന മികവ് ഇവിടെ വിസ്മരിക്കുന്നില്ല. 6 സീസണുകൾ ടീമിനെ തോളിലേറ്റിയ താരത്തെ കേവലം 6 മത്സരങ്ങളുടെ പേരിൽ പുറത്താക്കിയ ഹൈദരാബാദ് ആ താരത്തോട് നീതി കാണിച്ചില്ല എന്ന് തന്നെ പറയാം. 2014-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ചേർന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ റൺസുകൾ നോക്കുമ്പോൾ 2014-ൽ 520 റൺസ്, തൊട്ടടുത്ത വർഷം 562, പിന്നീട് 848, 2017-ൽ 641, 2018-ൽ അദ്ദേഹം കളിച്ചിരുന്നില്ല, 2019-ൽ 692 റൺസ്, 2020-ൽ 548 റൺസ്, 2021-ൽ 8 മത്സരങ്ങളിൽ 195 റൺസ്. അങ്ങനെ പുറത്താക്കപ്പെട്ട ഡേവിഡ് വാർണർ. ഉയർച്ചയും താഴ്ചയും ഒരുപാടുണ്ട് ഡേവിഡ് വാർണറുടെ കരിയറിൽ. മുമ്പ് ബാറിലിട്ടുകൊണ്ട് ജോ റൂട്ടിനെ അടിച്ചതിന് ഓസ്ട്രേലിയൻ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടിരുന്നു അദ്ദേഹം.
ശേഷം ബോൾ ചുരണ്ടൽ വിവാദം. പലരും പറഞ്ഞിരുന്നു അന്ന് ഇത് ഡേവിഡ് വാർണറുടെ അവസാനമാണെന്ന്. തെരുവിൽ കൂടി കൈകൊണ്ട് ബാറ്റ് ചെയ്യുന്ന ആക്ഷൻ കാണിച്ച് നടന്നു നീങ്ങിയ വാർണർ ചിലരിൽ അന്ന് വിഷമവും ചിലരിൽ ചിരിയും ഉളവാക്കിയിരുന്നു. എന്നാൽ വിലക്ക് മാറി IPL കളിക്കാൻ വന്നതോടെ അവിടെ അയാൾ കാട്ടിത്തന്നു IPL-ൽ നിലവിൽ ഒരു രാജാവുണ്ടെങ്കിൽ അത് വാർണർ മാത്രമാണെന്ന്. വലിയൊരു പോരാളിയായിരുന്നു അയാൾ. ടീമിനെ ഒറ്റക്ക് തോളിലേറ്റാൻ കെൽപ്പുള്ളവൻ. 3 ഫോർമാറ്റിലും കൂടി ലോകത്തിലെ ഏറ്റവും മികച്ച ഓപ്പണറായിരുന്നു അയാൾ. ഓരോ സെഞ്ചുറിക്ക് ശേഷവും ഇടതു കൈയിൽ ബാറ്റും വലതു കൈയിൽ ഹെൽമെറ്റുമായി ഗ്രൗണ്ടിൽ ചിറകടിച്ചുയരുന്ന ഇരട്ടച്ചങ്കനായിരുന്നു അയാൾ. സമീപകാലത്തെ ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും മികച്ച ഓപ്പണർ എന്ന മേലങ്കി അണിയുമ്പോഴും പന്തു ചുരണ്ടൽ വിവാദവും വഴക്കാളി എന്ന ചാപ്പയും പലകുറി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് വാർണർക്ക്. ആധുനിക ക്രിക്കറ്റിലെ ഫാബ് ഫോർ വിരാട് കോഹ്ലിയും ജോ റൂട്ടും സ്റ്റീവ് സ്മിത്തും കെയ്ൻ വില്യംസണും അടങ്ങിയ ആ ഒരു പട്ടികയിൽ ഒരിക്കൽ പോലും വാർണറുടെ പേര് പരാമർശിക്കപ്പെട്ടില്ലെങ്കിലും കണക്കുകളിൽ അവർക്കൊപ്പം നിന്ന ഐതിഹാസിക കരിയർ വാർണർക്കുമുണ്ട്. 2011 അന്ന് ഓസ്ട്രേലിയൻ ഇതിഹാസ നായകനായ റിക്കി പോണ്ടിങ്ങിന്റെ കയ്യിൽ നിന്നും ആ ഒരു ബാഗി ഗ്രീൻ ക്യാപ്പുമായി അന്ന് ഏറ്റുവാങ്ങുമ്പോൾ 22-കാരനായ ഡേവിഡ് വാർണർക്ക് മുൻപിൽ വലിയൊരു വെല്ലുവിളിയാണ് ആ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. ഒരു ഫസ്റ്റ് ക്ലാസ് മത്സരം പോലും കളിക്കാതിരുന്നിട്ടും തന്നെ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തിയ സെലക്ടർമാരുടെ തീരുമാനത്തോട് നീതി പുലർത്തുക എന്ന വലിയൊരു വെല്ലുവിളിയായിരുന്നു അയാൾക്ക് മുന്നിലുണ്ടായിരുന്നത്. എന്നാൽ അരങ്ങേറ്റ മത്സരത്തിൽ 2-12 എന്നിങ്ങനെയായിരുന്നു വാർണറുടെ സ്കോറുകൾ. എന്നാൽ അടുത്ത ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ അപരാജിത സെഞ്ചുറിയുമായി 123 റൺസ് അദ്ദേഹം നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിലൂടെയാണ് വാർണർ വിമർശകരുടെ വായടപ്പിച്ചത് എന്ന്. പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റിലും റെക്കോർഡുകളുടെ റൺമല തീർത്താണ് 13 വർഷം നീണ്ട രാജ്യാന്തര കരിയർ വാർണർ അങ്ങ് ആഘോഷിച്ചത്. കുപ്രസിദ്ധമായ പന്തു ചുരണ്ടൽ വിവാദത്തിലെ വിലക്കിന് ശേഷം തിരിച്ചെത്തിയത് മറ്റൊരു വാർണർ ആയിരുന്നു എന്ന് നമുക്കറിയാം. ഭാര്യ കാൻഡിസിനും അതുപോലെ മക്കളായ ഐവി, ഇൻഡി, ഐല എന്നിവർക്കുമൊപ്പം ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാം റീൽസിലും നൃത്തം ചവിട്ടുന്ന ഡേവിഡ് വാർണറെ ആരാധകർക്ക് ലഭിക്കുന്നത് അതിനുശേഷമാണ്. പിന്നീട് അങ്ങോട്ട് ഒരിക്കൽ പോലും നിറച്ചിരിയോടെ അല്ലാതെ വാർണറെ ഗ്രൗണ്ടിലോ പുറത്തോ നമ്മൾ കണ്ടിട്ടില്ല. ശരിക്കും അത് മറ്റൊരു വാർണർ ഉദയമായിരുന്നു. വാർണർ 2.0 ആരാധകർ ആഘോഷിച്ച സൗമ്യനായ ജനപ്രിയ വാർണറിന്റെ ഉദയമായിരുന്നു അത്. 2-3 കൊല്ലം മുമ്പ് വാർണറുടെ ഹിറ്റായൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ എക്കാലത്തെയും മാസ് ചിത്രങ്ങളിൽ ഒന്നായ ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്യുന്ന വല്യേട്ടനിലെ അറക്കൽ മാധവനുണ്ണിയെ കൂട്ടുപിടിച്ചുള്ള വാർണറുടെ ആ ഒരു പോസ്റ്റ്. അറക്കൽ മാധവനുണ്ണിയും സഹോദരങ്ങളും എന്തിനും തയ്യാറായി നിൽക്കുന്ന പോസ്റ്ററിന്റെ മാതൃകയിൽ ഡൽഹി താരങ്ങളെ അണിനിരത്തിയുള്ള ഡേവിഡ് വാർണറുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. അറക്കൽ മാധവനുണ്ണിയായി വാർണറാണ്. മാധവനുണ്ണിയുടെ സ്നേഹനിധികളായ സഹോദരങ്ങളായി ഇഷാന്ത് ശർമ്മയും കുൽദീപ് യാദവും അക്സർ പട്ടേലും ഖലീൽ അഹമ്മദും ഒക്കെയുള്ള ആ ഒരു പോസ്റ്റർ. അറക്കൽ വാറുണ്ണിയും അനിയന്മാരും എന്ന കമന്റുമായി നിരവധി മലയാളി ആരാധകരാണ് ആ ചിത്രത്തിന് താഴെ പ്രത്യക്ഷപ്പെട്ടത് അന്ന്. അതിനു മുമ്പ് ആട് സിനിമയിലെ ഷാജി പാപ്പനെയും സംഘത്തെയും കൂട്ടിക്കൊണ്ട് ഇൻസ്റ്റയിൽ എത്തിയ വാർണർ ആ സമയത്ത് തന്നെ ആ പോസ്റ്റോട് കൂടി തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അപ്പോൾ ആ വാർണറിനാണ് ഇപ്പോൾ പതിയെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വാങ്ങാൻ ആളില്ലാതെ ഹതാശയനായി, നിരാശയനായി, അൺസോൾഡായി നിൽക്കേണ്ടി വരുന്നത്. Definitely, surely, we will miss you, David Warner.